വെള്ളം ഒലിച്ച് വന്നിട്ട് ആ സ്ഥിതി ഉണ്ട്. ഫുള്ള് ചളിയും മണ്ണും ഫുള്ളടാ. അതിശം മാറിയിട്ട് പോയി താഴത്തെ വീടിൻ്റെ സ്ഥിതി എന്താവും, കിണറ്റിൻ്റെ സ്ഥിതി എന്താവും നോക്കിയാ. നേരെ മുമ്പത്തെ അതേ പ്രോപ്പർ ഉണ്ടായ ആ ഡ്രെയിനേജിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഡ്രെയിനേജെല്ലാം മൂടിയിട്ടുണ്ടാവും. ഇത്ര മണ്ണെല്ലാം പോയെങ്കിൽ ഡ്രെയിനേജ് അവിടെ ബാക്കിയാവും. അതാ അതിന് ശരിക്കുള്ള ഇത് കാണണമെങ്കിൽ ഇതായി തന്നെ നോക്ക്. ഇത്രയെല്ലാം പ്രശ്നം ഇവിടെ നടന്നിന്. ജനങ്ങളൊന്നും ആരും വികസനത്തിന് എതിരുണ്ടായില്ല. പക്ഷെ അവർക്ക് അനുകൂലമാകുന്ന ഒരു വികസനമാണ് വേണ്ടത്. അല്ലാണ്ട് ഈ അവരെ ഇതാക്കിയിട്ട് ഉള്ള ഒരു വികസനം ഇവിടെ നാട്ടിൽ